തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 10 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. തീത്തോസിനുള്ള ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയും 11 മുതൽ 14 വരെയും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം കണക്കുവെക്കുന്നവരാണ് നമ്മൾ. ആ പ്രവൃത്തികൾക്ക് പ്രതിഫലം വേണമെന്നും പ്രശംസ ലഭിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ. മാനുഷിക ഭാവം അതാണ്. പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർ. ദൈവസന്നിധിയിലുള്ള പ്രവൃത്തികൾക്ക് പോലും കണക്ക് വയ്ക്കുന്നുണ്ട് നാം. ഞാൻ കൃത്യമായി ആരാധന നടത്തുന്നില്ലേ, കൃത്യമായി ബലികളിൽ പങ്കുചേരുന്നില്ലേ, കൃത്യമായി ജപമാല അർപ്പിക്കുന്നില്ലേ, പ്രാർത്ഥനയിലല്ലേ ഞാൻ ജീവിക്കുന്നത്, എന്നിട്ടും എന്തേ ഇങ്ങനെ? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം തരാൻ എന്തുകൊണ്ട് നീതി കാണിക്കുന്നില്ല ദൈവമേ എന്നല്ലേ? സ്വാഭാവികമായി മാനുഷികതയുടെ ഒരു പരിമിതിയാണത് പ്രതിഫലം വെച്ചിക്കുക. ഇന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്, നമ്മൾ ഒരു യജമാനന്റെയും ഭൃത്യന്റെയും ചിത്രം കണ്ടു പഠിക്കണം. അവിടെ യജമാനനാണ് നമ്മളെങ്കിൽ നമ്മുടെ ഭൃത്യൻ വയലിൽ പോയി ഉഴുകയോ കന്നുകാലി മേയ്ക്കുകയോ ചെയ്തിട്ട് തിരികെ വന്ന് ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക എന്നാണോ നാം പറയുക? അതല്ലെങ്കിൽ നീ വന്ന് എനിക്ക് ഭക്ഷണം പാചകം ചെയ്തു തരിക, എന്നെ പരിചരിക്കുക, ഞാൻ ഭക്ഷണം കഴിച്ച് തൃപ്തനായതിനു ശേഷം നിനക്ക് ഭക്ഷിക്കാം എന്നാണോ പറയുക? സ്വാഭാവികമായി നാം പറയുക രണ്ടാമത്തെ ഭാഗത്താണ്. പ്രത്യേകിച്ചും യേശു ഇത് പറയുന്നൊരു ചരിത്ര ജീവിത സാഹചര്യത്തെ കൂടി നാം പരിഗണിക്കണം. ഭൃത്യന് തീരെ വിലയില്ലാതിരുന്ന, അവനെക്കുറിച്ച് ആരും വ്യാകുലപ്പെടാതിരുന്ന ഒരു കാലത്താണ് ക്രിസ്തു ഓർമ്മിപ്പിക്കുക. എന്നിട്ട് വചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം. എങ്ങനെ? ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കടമ മാത്രമേ നിർവഹിച്ചുള്ളൂ, പ്രശംസയ്ക്ക് യോഗ്യരല്ല എന്ന മനോഭാവത്തോടെ ജീവിക്കാൻ പറ്റണം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇതൊരു മാനുഷിക നീതിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ വേണ്ടിയല്ല, ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്താൻ വേണ്ടിയാണ്. ജീവിതത്തിൽ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നുണ്ട് നാം. നിരവധിയായ നന്മകൾ ചെയ്യുന്നുണ്ടാകാം. ചെയ്യുന്ന പ്രവൃത്തികളും നന്മകളും കടമകളും ഒന്നും കണക്ക് വയ്ക്കാനുള്ളതല്ലെന്നും അതെല്ലാം ദൈവസന്നിധിയിൽ കടമകൾ നിറവേറ്റുന്ന പ്രവൃത്തികൾ മാത്രമാണെന്നും വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. നന്മ ചെയ്യുന്നതിൽ തീഷ്ണത വേണം, മന്ദത കൂടാതെ ചെയ്യാൻ പറ്റണം. തീത്തോസിന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് ജീവിതചര്യ പാലിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. മുതിർന്ന പുരുഷന്മാർ എന്ത് ചെയ്യണം? അവർ വിവേകമതികളായിരിക്കണം, ഗൌരവപ്രകൃതികളായിരിക്കണം, നന്മയിൽ അടിയുറയ്ക്കണം, സ്ത്രീകൾ പരദൂഷണം പറയരുത്, തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ. യുവാക്കൾ മനഃചാഞ്ചല്യം കൂടാതെ തീഷ്ണതയോടെ ജീവിക്കണം എന്നൊക്കെ സംയമനം പാലിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുക്രിസ്തു എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ആ ബലിയുടെ യോഗ്യതയാലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നന്മകൾക്കൊന്നും നമുക്ക് മേന്മ പറയാനില്ല. നാം എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ആ നന്മകളുടെ എല്ലാം മൂലകാരണം ക്രിസ്തുവിന്റെ യാഗമാണ്. നന്മ പ്രവർത്തിക്കാൻ കരുത്തു പകരുന്ന പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ നമുക്ക് തന്നതും കൃപയാൽ നമ്മെ നിറച്ചതും ക്രിസ്തുവിന്റെ യാഗമാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു യാഗമെന്ന പരമയാഥാർത്ഥ്യത്തെ ജീവിതത്തിന്റെ പ്രഥമ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ചിന്തിക്കാൻ. ഈശോയിലാണ് നമ്മുടെ ജീവിതമെന്നും അതുകൊണ്ടാണ് നന്മ ചെയ്യാൻ കഴിയുന്നതെന്നും സ്വാഭാവിക പ്രകൃതിയിൽ നന്മ ചെയ്യുന്നവരല്ല നമ്മളെന്നും യഥാർത്ഥത്തിൽ കൗശലക്കാരായി ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നവരാണ് നമ്മളെന്നും വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ പരിശോധിച്ചാൽ പലപ്പോഴും നന്മകളുടെ ഭാഗത്താണ് നമുക്ക് നമ്മളെ കണ്ടുമുട്ടാൻ പറ്റുക. എന്നിട്ട് ഇത്രയൊക്കെ നന്മ നമ്മൾ ചെയ്യുന്നില്ലേ, എന്തുകൊണ്ട് ലോകം ഇങ്ങനെ, എന്തുകൊണ്ട് കാലം ഇങ്ങനെ, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ വചനം നമ്മോട് പറയുകയാണ്, കടമ നിറവേറ്റിയതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കാൻ പറ്റണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു മനോഭാവത്തെ ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്. യേശുക്രിസ്തുവിലാണ് നമ്മുടെ നന്മകൾ. നാം എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും ആ നന്മയുടെ ഒക്കെ പുറകിലുള്ളത് ക്രിസ്തുവിന്റെ യാഗമാണ്, ക്രിസ്തു യാഗത്തിന്റെ സമ്പൂർണ്ണതയാണ്. നമ്മുടെ നന്മകൾക്കൊക്കെ പരിമിതിയുമുണ്ടല്ലോ, മാനുഷിക നന്മകൾക്ക് പരിമിതിയുണ്ട്. പരിമിതി എന്താണ്? അതിൽ നിന്ന് ഒരു മെച്ചമൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എത്ര നന്മ ചെയ്യുമ്പോഴും അതിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കും. അതൊരു പക്ഷേ സമ്പത്തായിട്ടായിരിക്കാം, ചിലപ്പോൾ പ്രത്യുപകാരമായിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു സ്നേഹമായിട്ടോ പ്രശംസയായിട്ടോ ഒക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കും, ദൈവത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ നന്മ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്നാണ് വചനം പറയുക. നമ്മൾ ചെയ്തതൊന്നും നമ്മെ പ്രതിയല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മിലല്ല, യേശുവിലാണ്, യേശുവിനെ പ്രതിയാണ്, യേശുവിലൂടെയാണ്. അതുകൊണ്ട് യേശുവിനാണ് നമ്മുടെ ജീവിതമെന്നും അവനാണ് നമ്മിലൂടെ നന്മ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ആഴമേറിയ ദൈവിക ബന്ധത്തിലേക്ക് വരാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്റെ അകത്ത് പ്രവർത്തിക്കുന്നത് യേശുവാണെന്നും ഈ നന്മ ചെയ്യാൻ എന്നെ കരുത്തുറ്റവനാക്കുന്നതും എന്നിലൂടെ പ്രവർത്തിക്കുന്നതും
ക്രിസ്തുവിന്റെ യാഗമാണെന്നും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറെ കൂടി അർത്ഥപൂർണ്ണമായിട്ട് മാറാണ്. ഈ കുരിശിൽ മരിച്ച യാഗമായി മാറിയ 2000 വർഷം മുമ്പ് ലോകം പറയുന്ന ഒരാൾ എന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നവനാണെന്നൊരു ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും ലഭിക്കാനില്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന വഴിയെ മുഴുവൻ ഇപ്രകാരം നമുക്ക് പരിശോധിക്കാൻ പറ്റണം. ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം ചെയ്യുന്ന നന്മകളാകട്ടെ, നാം ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ, പരോപകാരങ്ങളാകട്ടെ, പ്രാർത്ഥനയാവട്ടെ, ഏത് മേഖലയിലാണ് നാം വ്യാപരിക്കുന്നതെങ്കിലും അതെല്ലാം ക്രിസ്തുവിന്റെ യാഗത്തിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ യാഗത്തിലുള്ള പങ്കുചേരലാണെന്ന്, അവൻ നമ്മിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന്, കൃപയുടെ സമൃദ്ധിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജീവിതം അർത്ഥപൂർണമാകും. അത് സ്വർഗീയ സഹവാസത്തിലേക്ക് നമ്മെ നയിക്കും, ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കും. അപ്രകാരമായി തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.